പ്രത്യേക പ്രതിരോധ വ്യവസ്ഥയിലുള്ള ബി ലിംഫോസൈറ്റുകളെ കുറിച്ചാണ് ഇനി നോക്കുന്നത്. ബി ലിംഫോസൈറ്റുകളാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡികൾ. ബി ലിംഫോസൈറ്റുകൾ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിനെതിരെയാണ്? ആൻറ്റിജനുകൾക്കെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് ആൻറ്റിബോഡികൾ എന്ന് പറയുന്നത്. 3 രീതിയിലാണ് ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഒന്ന്, ബാക്ടീരിയയുടെ കോശസ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ബാക്ടീരിയയുടെ കോശസ്ഥലത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. രണ്ടാമത്തത്, ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ ആൻറ്റിബോഡികൾ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഇവ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അത് 3 വിധത്തിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ A-P എന്ന് എഴുതി വെച്ചാൽ അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ് ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നതും പാകപ്പെടുന്നവയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ A-B എന്ന് എഴുതി വെച്ചത്. പിന്നെയുള്ളത് T ലിംഫോസൈറ്റുകളാണ്. T ലിംഫോസൈറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടും പാകപ്പെടുന്നത് എവിടെയായിരുന്നു പറഞ്ഞ തൈമസ് ഗ്രന്ഥിയിൽ വെച്ചിട്ടാണെന്നും പറഞ്ഞു. ഇത് മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പം വൈറസ് ബാധിച്ച കോശങ്ങളെ, ക്യാൻസർ കോശങ്ങളെയൊക്കെയാണ് ഇത് നശിപ്പിക്കുന്നത്. മറ്റ് പ്രതിരോധ കോശങ്ങളെ ഇവ ഉത്തേജിപ്പിക്കുന്നു.